ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച സ്ഥലമാണ്. ഇങ്ങോട്ടൊന്ന് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു, വരാൻ പറ്റിയില്ല. ഇന്ന് അതിനൊരു അവസരം ഉണ്ടായി. അങ്ങനെ അവിടെ എത്തി. ആ മല മുകളിലാണ് പോവുള്ളത്. ഇവിടെ ഒരു ഗുഹാക്ഷേത്രം ഉണ്ടെന്ന്, പ്രാചീന ഗുഹാക്ഷേത്രം. അങ്ങനെ അത് കാണാനായിട്ടാണ് വന്നത്. ഇവിടുന്ന് ഒരുപാട് ദൂരം ഇല്ലായിരുന്നു, എങ്കിലും വരാൻ പറ്റിയില്ല, ഒരുപാട് താമസിച്ചു. അവിടെ സ്കൂട്ടികൾ, സൈക്കിളിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സ്കൂട്ടിയും ബൈക്കൊക്കെ ഇരിക്കുന്നതും കൂടെയാണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് പതുക്കെ നടക്കാം. രണ്ട് കുഞ്ഞു മതിലിനിടയിൽ കൂടെ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ബോർഡുണ്ട് കേട്ടോ. സൈഡിലെല്ലാം കാടാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കേരള സർക്കാരിൻ്റെയാണ്. സൈഡിലെല്ലാം നല്ല പച്ചപ്പ്, കൊള്ളാം. എന്തായാലും മടവൂർ പാറ പ്രാചീന ഗുഹാക്ഷേത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നടക്കാൻ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇത് സെക്യൂരിറ്റി റൂമാണ് കേട്ടോ. സെക്യൂരിറ്റി റൂമാണ്. ഇവിടെ ആൾ നോക്കാൻ നിൽക്കുന്ന ആളാണ് എന്ത്. ഇവിടെ വന്നപ്പോഴേക്കും വന്ന ആളിനെയും കണ്ട് സൈഡിൽ എല്ലാം പൊളിഞ്ഞ് നശിക്കാറായ തോന്നുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നടന്നു നോക്കാം. നടക്കാൻ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഈ മല മൊത്തം കയറി ചെല്ലേണ്ട അവസ്ഥയാണ് അത്. പക്ഷെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗുഹാക്ഷേത്രം. എന്തായാലും നടന്നു നോക്കാം. സൈഡിൽ എല്ലാം കമ്പിയിലേക്ക് കെട്ടി തിരിച്ചേക്കുവാണ്. സൈഡിലോട്ട് ചെറിയൊരു കാട് പോലെ ഉണ്ട്. വലേ സൈഡിൽ കാട്, ഇടേ സൈഡിൽ പാറ. ഒരു വലിയൊരു പാറയുടെ മണ്ടയിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ നിന്ന് പാട് തന്നെ നല്ല ഉയരത്തിലാണ്. ഇവിടെ കയറ് കെട്ടിയേക്കുന്നത്. കയറി കൂടെ പോകാൻ നമുക്ക് പണ്ടേ പാടാണ്. എന്തായാലും റിസ്ക് പിടിച്ച വഴി കൂടെ തന്നെ പോകാം. പിന്നെ സൈഡിൽ കൂടെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിൽ കൂടെ പോകാൻ ഒരു താല്പര്യമില്ല. ഈ പാറയുടെ മുകളിലോട്ട് നോ എൻട്രി ബോർഡ് എഴുതി വെച്ചേക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ വ്യൂ അത് രക്ഷയില്ല കേട്ടോ. ഒരു കാൽഭാഗത്തോളം ആ പാറയുടെ മുകളിലോട്ട് കയറി. അതാണ് വ്യൂ. അല്ല, പാറ അത് കയറൊടിച്ച് കയറിയില്ല. ഞാൻ വെച്ച് അല്ലാതെ തന്നെ മുന്നിലോട്ട് പോകാമെന്ന്. പക്ഷെ ഇവിടെ ഒരു സെറ്റാണ്. ഇത്രയും വെയിലത്ത് കയറിയിട്ടും നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. ചൂടൊരു തുള്ളി പോലും ഇല്ല ഇത്രയും മുകളിൽ കയറിയിട്ട്. അല്ല, നോ എൻട്രി ബോർഡ് അവിടെ ഉണ്ട്. നോ എൻട്രി ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാലേ, അതിൻ്റെ മുകളിൽ കയറിയില്ല അടങ്ങും. പിന്നെ അതിൻ്റെ മുകളിൽ കയറി. പക്ഷെ ഇവിടെയും ഒരു രക്ഷയില്ല കേട്ടോ. ഉച്ച സമയത്ത് ഇത്രയും പൊള്ളുന്ന സമയത്ത് കയറിയിട്ടും നല്ല തണുത്ത കാറ്റടിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെ, പൊളി. പക്ഷെ ഇത്രയും മുകളിൽ കയറിയിട്ടും ഗുഹാക്ഷേത്രം കണ്ടില്ല. ഇനി കാട്ടിനുള്ളിലാണോ അറിയാൻ വയ്യ. എങ്കിൽ അങ്ങോട്ട് കൂടെ പോകാമെന്ന് വിചാരിച്ച് കാട്ടിൻ്റെ അകത്തോട്ട് കയറാമെന്ന്. പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ അതൊരു അന്യാണ് തന്നെ കേട്ടോ. രണ്ട് ഫോട്ടോ എടുത്തേനത്. കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാമെന്ന് കരുതി. കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വഴിയൊന്നും കാണുന്നില്ല. ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. എങ്ങോട്ടെങ്കിലും ഞാൻ പോയി നോക്കണം. ഇത് വഴി തെറ്റിയോ എന്നറിയത്തില്ല. പാറയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവഴിയൊന്നും ആരും പോയതായിട്ട് ഒരു ലക്ഷണമില്ല. വഴി പോലും ഇല്ല. ഫുള്ള് കാട് തന്നെ. എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല. ചൂടും കൂടെ ആയതുകൊണ്ട് പാമ്പും കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും മുന്നിലോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഇവിടെ ഇറങ്ങാനും സ്ഥലമില്ലേ. എങ്ങനെയൊക്കെ പിടിച്ചിറങ്ങാം. ഇവിടെ മൊത്തം മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. കാട് വല്ലാത്തൊരു സ്ഥലം തന്നെ ഇത്. ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. ഇത് നടന്ന് ഇത് എങ്ങോട്ടാണ് എത്തുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇനിയിപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ പോകേണ്ടി വരും. ഫുള്ള് മുള്ളുകളുള്ളൊരു കാടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വഴി തെറ്റി ഇങ്ങോട്ടല്ലായിരുന്നു പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വഴി തെറ്റിയുള്ളൊരു യാത്രയായിപ്പോയി. ഇപ്പം നടന്നിപ്പോൾ കുറച്ച് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു അസ്ഥികൂടം കിടക്കുന്നു. ഒരു തല. ഇത് എന്തിൻ്റെ ആണെന്നറിയാൻ വയ്യ. എന്തോ ഒന്നാണ്, എന്താണെന്നറിയാം. ഇതിൻ്റെ അകത്തോട്ടൊക്കെ എല്ലൊക്കെ കിടക്കുന്നു. മുള്ളം പന്നിയുടെ മുള്ളും കിടപ്പുണ്ട്. അങ്ങനെ ആ വഴി തെറ്റിയത് കാരണം തിരിച്ചിറങ്ങി ആ പടിയുള്ള സ്ഥലത്തോട്ട് പോയപ്പോൾ ഒരു ചെറിയൊരു കുളം കണ്ട്. കുളമെല്ലാം പറ്റി കിടക്കുന്നു. അവിടെ ഒന്നുമില്ല. എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങി കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി. പുറത്തോട്ടിറങ്ങി ചോദിച്ചപ്പോഴാണ് ഗുഹാക്ഷേത്രം തൊട്ടപ്പുറത്താണെന്ന് പറഞ്ഞു. ആ ഗുഹാക്ഷേത്രം അടച്ചാക്കിയാണ്. വരുന്നവർ രാവിലെ വരിക, 7 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. വൈകിട്ട് 5 മണിക്കും ക്ലോസ് ചെയ്യും. അവിടെ മുകളിലാണ് ഗുഹാക്ഷേത്രം ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഗുഹാക്ഷേത്രത്തിൽ ഇനിയൊരു ദിവസം വരാൻ പറ്റുമെങ്കിൽ